ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്ററി മൈൻഡർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതായത് പല ആളുകളെ നമുക്ക് കാണാം, ലക്ഷങ്ങൾ മാസ ശമ്പളം വാങ്ങുന്നവർ. അവർക്ക് ഇൻകം നല്ല രീതിയിൽ എല്ലാ മാസവും നല്ല ഒരു എമൗണ്ട് ഇൻകം കിട്ടുന്നുണ്ടാവും. പക്ഷെ എന്നിട്ടും അവർ പണത്തിന് വേണ്ടി നെട്ടോട്ടോടുകയാണ്. പല കാര്യങ്ങളിലും അവർ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നു. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ലോൺ എടുക്കുന്നു. അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എത്ര പണം നമ്മൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എത്ര പണം നമ്മൾ ഏൺ ചെയ്യുന്നു എന്നതിലല്ല കാര്യം. അങ്ങനെയുള്ളവർ ഏൺ ചെയ്യുന്നു എന്ന് വിചാരിച്ച് അവർ റിച്ച് ആവില്ല. മറിച്ച് കിട്ടുന്ന പണത്തിന് നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് മണി മാനേജ്മെന്റ് നമുക്കുണ്ടായിരിക്കണം. അതിനെ എങ്ങനെ നല്ല രീതിയിൽ അതിനെ സേവ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് നല്ല വെൽത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എത്ര പണം കിട്ടിയത് നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം. ചില ആളുകൾക്ക് ലോട്ടറി അടിച്ചു, വലിയ എമൗണ്ട്, ലക്ഷങ്ങളോ കോടികളോ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കിയാൽ കാണാം അവർ വീണ്ടും പഴയ രീതിയിൽ ആകെ പാപ്പരായിട്ട് പൈസയൊക്കെ നഷ്ടപ്പെട്ട രീതിയിൽ നടക്കുന്നതാണ്. അവർക്ക് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയില്ലാത്തത് കൊണ്ടാണ്. അവരതെങ്ങനെ വേണ്ട രീതിയിൽ സേവ് ചെയ്യാത്തത് കൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യാത്തത് അവർക്ക് വീണ്ടും ആ മണി മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാനില്ലാത്തത് കൊണ്ടുമാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നത്. അതേപോലെ തന്നെയാണ് എത്ര എമൗണ്ട് നമ്മൾ മന്ത്ലി നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് നല്ല രീതിയിൽ സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ എമൗണ്ട് കൊണ്ട് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാനും സാധിക്കില്ല. നമ്മൾ വീണ്ടും ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ചില ആളുകളെ നോക്കിയാൽ നമുക്കറിയാം, വളരെ കുറച്ച് എമൗണ്ട് അവർക്ക് മാസം കിട്ടുന്നുള്ളൂ, ഏൺ ചെയ്യുന്നുള്ളെങ്കിലും അവരത് പരമാവധി അത് സേവ് ചെയ്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ അവരുടെ ജീവിതത്തിലെ പല ഗോൾസും കറക്റ്റായിട്ട് അവർക്ക് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുന്നതും കാണും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു മണി ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മണി സ്ട്രഗിൾ ഇല്ലാതെ വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് കിട്ടുന്ന ഏണിങ്സിനെ നമുക്ക് ഡബിൾ ആക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ഏത് രീതിയിലുള്ള ഒരു മണി ഹാബിറ്റാണ് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിയിലേക്ക് കൊണ്ടുപോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കി തന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഫിനാൻഷ്യൽ ടിപ്സിനും ഗൈഡൻസിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഗൈഡൻസിന് ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ടേക്ക് കെയർ. ബൈ.